രണ്ടാഴ്ച മുന്നേ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തു. അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി സെറ്റ് ചെയ്തിരുന്നു. അതായത് യൂട്യൂബ് ഷോർട്സ് 5-ൽ കൂടുതൽ സ്ക്രോൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഏതായാലും ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അത് തുറക്കണം പണിയില്ലല്ലോ. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഞാൻ ഈ 5 ലിമിറ്റ് വെച്ച് ഞാൻ തന്നെ യൂട്യൂബ് ഷോർട്സ് ചിലപ്പോൾ തുറന്നു കഴിഞ്ഞിട്ട് 10-15-20 ഒക്കെ ആയിട്ടാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഫസ്റ്റ് 2-3 ദിവസം നല്ല സ്ട്രഗിളായിരുന്നു. പക്ഷേ മൈൻഡ്ഫുള്ളി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അങ്ങനെ യൂട്യൂബ് ഷോർട്സും ലിമിറ്റ് ചെയ്യാൻ പറ്റി. ഞാനിത് എന്തിനാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഐ വാണ്ട് ടു റിക്ലൈം മൈ കോൺസെൻട്രേഷൻ ആൻഡ് പീസ്ഫുൾ മൈൻഡ്. അത് വളരെ അധികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ആലോചിക്കും, എൻ്റെയൊരു ഇമാജിനേഷൻ പവർ ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളായിരുന്നു, കൂടുതൽ ഇമാജിൻ ചെയ്യുന്ന ഒരാൾ. ആ ഒരു കഴിവൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സംഭവം ശരിക്കും ഒരു കാര്യം ആലോചിച്ചാൽ 10 വർഷം മുന്നേ നമുക്കില്ലാത്തൊരു പ്രശ്നമാണ് നമ്മളിപ്പോൾ പരിഹാരം തരുന്നത്. അതായത് ഈ സോഷ്യൽ മീഡിയൻ്റെ അഡിക്ഷൻ ഒഴിവാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കണം. 10 വർഷം മുന്നേ അല്ലെങ്കിൽ ഈവൻ 5 വർഷം മുന്നേ ഇല്ലാത്തൊരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഉപയോഗമുള്ള ആൾക്കാരുണ്ടാവും. അതായത് അവർക്ക് അതിലൂടെ അവരുടെ കച്ചവടങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നവരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ കൂടുതൽ പ്രൊഡക്റ്റീവായുള്ള സമയത്തെയും അതുപോലുള്ള നല്ല നല്ല സമയങ്ങളെയും, അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് സമയം അതിലറിയാതെ പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോറി ഇടാനും പോസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന സമയം ആ ട്രിപ്പിൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ആലോചിക്കുന്നതല്ല, പ്രത്യേകിച്ച് അധികം പേര് അതായത് പോകുന്ന സമയത്ത് തന്നെ ഇടണമല്ലോ. പോകുന്ന അറിയിക്കണം, എത്തുന്നത് അറിയിക്കണം, എവിടെ പോയത് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ലൈവായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഒരുപാട് സമയം നമ്മൾ ട്രിപ്പിലാണെങ്കിലും ഈ ഫോണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, അപ്പോൾ എനിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. എൻ്റെ സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലിമിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ കുറച്ച് ലിമിറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ അതൊന്നും നടത്തില്ല. അതുകൊണ്ടാണ് പക്ക അൺഇൻസ്റ്റാൾ ചെയ്തത്. അതുപോലെ യൂട്യൂബിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യൂട്യൂബ് വളരെ ഉപകാരപ്പെട്ട സാധനമാണ്. പക്ഷേ അതിൽ ഷോർട്സ്, ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കിയിട്ട് അത് ഷോർട്സ് കണ്ടുകൊണ്ട് അർത്ഥമില്ലല്ലോ. രണ്ടും ഒരേ യൂസേജിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെയും പോകണം. ഈ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് വരുന്നത്. അതാണ് വലിയ വിഷയം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം കൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൊണ്ട് വലിയൊരു ഉപകാരമൊന്നും ഇല്ലെങ്കിൽ, അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഹാപ്പിനെസ് അല്ലെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ചിലപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുന്നതിലൂടെ തന്നെ കിട്ടുമായിരിക്കാം. അതിനാദ്യം ചെയ്യേണ്ടത് അത് ലിമിറ്റ് ചെയ്ത് നോക്കുക. ആദ്യം മുഴുവനായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ലിമിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ സെറ്റിങ്സിൽ പോയി ഡിജിറ്റൽ വെൽനെസ്സിലൊക്കെ പോയാൽ ടൈമർ വെക്കാൻ പറ്റും. ഒരു 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ ഒരു ദിവസം വെക്കാൻ കഴിയുകയാണെങ്കിൽ അത് സാവധാനം അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുപോലെ അതുമാത്രമല്ല, അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും വേറൊന്നും ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് നല്ലൊരു ഹാബിറ്റ് പുതിയതായിട്ട് ബിൽഡ് ചെയ്യുക. അതോടുകൂടെ മനഃപൂർവ്വം മനസ്സിനെ മൈൻഡ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ഏതെങ്കിലും ഒരു ചീത്ത ഹാബിറ്റ് കിറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിന് പകരം റീഡിങ്ങോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കാര്യങ്ങളുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ. സോ ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ അതിന് ബദലായിട്ട് നല്ലൊരു ഹാബിറ്റും കൂടെ തുടങ്ങാൻ പറ്റണം.